Get in. Sir. Meet C.R. Menon, Deputy Director Row. ഇതാണ് ഞാൻ പറഞ്ഞ ചന്ദ്രശേഖർ, ദ ഷാർപ്പസ്റ്റ് സ്ലൂത്തറാം. ഹലോ. ഹലോ. മേനോനും ഞാനും തമ്മിൽ കുറച്ച് പഴയ ബന്ധമാണ്. ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരുമിച്ചുണ്ടായിരുന്നു ഹാർവേഡിൽ, ബാക്ക് ഇൻ 1989. ഇപ്പോൾ മേനോൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക മിഷനുമായിട്ടാണ്. ഇവിടെ മേനോൻ അത് എന്നോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഒഫീഷ്യൽ പാരാഫേർണലിയ ഒഴിവാക്കി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഇൻഫാക്ട് ഇത്ര തിടുക്കത്തിൽ ഡൽഹിയിൽ നിന്ന് ഞാൻ വന്നത് ചന്ദ്രശേഖരൻ ഇപ്പോൾ അന്വേഷിക്കുന്ന വിജിലൻസ് ഡയറക്ടർ വർമ്മയുടെ കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയൊരു ഇൻപുട്ട് തരാനാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേര്, ജസ്റ്റ് എ നെയിം. Yeah, I'll take the cue, sir. മുസാഫിർ, ദാറ്റ്സ് ഹിസ് നെയിം. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്ക് വ്യക്തമായി അറിയില്ല. ബട്ട് ഹീസ് എ thoroughly trained militant and he's now in Kerala. ആളിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ധാരണയുടെ ഒരു കണിക പോലും ഇല്ലാതെ ഒരു പേര് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മേനോൻ? I know it is difficult. പക്ഷേ മുസാഫിർ ആരാണെങ്കിലും അവനെ കണ്ടെത്തി നാബ് ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന്. ഹീസ് ഡെഡ്ലി ഡേഞ്ചറസ്. പക്ഷേ മുസാഫിർ എന്നൊരു സ്യൂഡോനും നമ്മളെ ഒന്നിലേക്കും ലീഡ് ചെയ്യുന്നില്ല, ഒരിടത്തും എത്തിക്കുന്നുമില്ല. ഇപ്പൊ എല്ലാവരും അറിയുന്ന അവന്റെ ഐഡന്റിറ്റി ആ പേരുമായി ബന്ധമോ വിദൂര സാദൃശ്യമോ ഇല്ലാത്ത മറ്റെന്തോ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. എക്സാക്ട്ലി. മുസാഫിറിനെ കുറിച്ചുള്ള ഡാറ്റ സെൻട്രൽ ഇന്റലിജൻസിനും റോയ്ക്കും കിട്ടി തുടങ്ങിയിട്ട് കഷ്ടിച്ച് 3 വർഷമേ ആകുന്നുള്ളൂ. അഹമ്മദാബാദിൽ പിടിയിലായ തീവ്രവാദ ബന്ധമുള്ള 3 ചെറുപ്പക്കാരിൽ നിന്നാണ് ആദ്യം ഈ പേര് പുറത്തു വരുന്നത്. അവർ ഒരിക്കൽ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. 50-നോടടുത്ത് പ്രായമുള്ള മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ. ഈ ഡിസ്ക്രിപ്ഷൻ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ വയ്യ. യഥാർത്ഥ രൂപത്തിലോ ഭാവത്തിലോ അവൻ അവർക്ക് മുന്നിൽ ചെന്നിരിക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എവിടെ ഓപ്പറേറ്റ് ചെയ്താലും അവിടെയെല്ലാം അവന് തികച്ചും മാന്യമായ ഒരു തൊഴിലും വ്യക്തിത്വവും കാണും. ഒരുപക്ഷെ ഭരണതലത്തിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് അവനുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയുടെയോ ഗവേഷകന്റെയോ പുറമോടി, അതുമല്ലെങ്കിൽ കേരളത്തിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു വ്യാപാരിയായി. ഹുനോസ്. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുന്നതാണ് തീവ്രവാദികളുടെ ഏറ്റവും പുതിയ തന്ത്രം. കേരളത്തിൽ എത്തി എന്ന് പറയപ്പെടുന്ന മുസാഫറിന്റെ ദൗത്യത്തെക്കുറിച്ച് വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? യെസ്, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. കേരളത്തിൽ കൊച്ചിയും കോഴിക്കോടും ബേസ് ചെയ്ത് നടക്കുന്ന ബിഗ് സ്കെയിൽ ഹവാല ഡീലുകളാണ് തീവ്രവാദികൾക്ക് കിട്ടുന്ന ഇന്ത്യൻ മണിയുടെ ഏറ്റവും വലിയ സോഴ്സ്. ഈ ഹവാല ഇടപാടുകളുടെ സംരക്ഷകന്റെ വേഷമാണ് മുസാഫിറിനിവിടെ. ദാറ്റ്സ് ദ ടിപ്പ് വി ഗോട്ട്. വർമ്മ സാർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചതും ഇതേ ഹവാല ഡീൽസിനെ കുറിച്ചായിരുന്നു. സ്റ്റേറ്റിലെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറെ കൊലപ്പെടുത്താൻ ഏത് മുന്തിയ ക്രിമിനലും ഒന്നറയ്ക്കും. ആ മിഷൻ വളരെ നിസ്സാരമായി, എന്നാൽ പ്രൊഫഷണൽ പെർഫെക്ഷനോടെ ചെയ്തു തീർത്തതിൽ ഒരു ട്രെയിൻ ടെററിസ്റ്റ് ടച്ച് ഉണ്ട്. യു സെഡ് ഇറ്റ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻപുട്ട്. ശേഖറിന്റെ ഇൻവെസ്റ്റിഗേഷനും മുസാഫിറും ക്രിസ് ക്രോസ് ചെയ്യുന്ന പിവട്ടൽ പോയിന്റ്. സോ ലെറ്റ് us round it up. ഞാൻ തിരയുന്ന വർമ്മ സാറിന്റെ കൊലയാളി, ഇൻ ഓൾ പ്രോബബിലിറ്റി ഇറ്റ് ഈസ് ഹിം, മുസാഫിർ. വർമ്മ സാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുസാഫിർ ആണെങ്കിൽ വൺ മോർ തിങ് ഇസ് ക്ലിയർ. മുസാഫിറും ജോൺ വർഗീസും റവന്യൂ മിനിസ്റ്ററും തമ്മിൽ ഒരു മിസ്റ്റീരിയസ് ഇക്വേഷൻ നിലനിൽക്കുന്നുണ്ട്. മുസാഫിറിന് ഇവർ രണ്ടാളുമായോ അല്ലെങ്കിൽ ഉറപ്പായും ജോൺ വർഗീസ് ആയിട്ടെങ്കിലും നേരിട്ട് ഇന്ററാക്ഷൻ കാണും. ഐഡന്റിറ്റിയെ പറ്റി സൂചന പോലും ഇല്ലാത്ത വെറും ഒരു പേരിന് പിന്നാലെ പോകാതെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വർക്കിച്ചൻ നരിമറ്റം, ജോൺ വർഗീസ്. സാർ അറിഞ്ഞില്ലേ, വർക്കിച്ചൻ നരിമറ്റം ജപ്പാൻ പര്യടനം കഴിഞ്ഞ് ഏത് നിമിഷവും കേരളത്തിൽ ലാൻഡ് ചെയ്യാം. യെസ്, ഐ നോ. മോറോവർ മിനിസ്റ്ററുടെ തിരിച്ചുവരവ് എപ്പോൾ എവിടെ എന്നതിനെ കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസിന് പോലും ഒന്നും അറിയില്ല. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് യു സീ. വെൽക്കം ബാക്ക് വോക്കിച്ചായ. എന്നെ കൊണ്ടടാ മോനെ. ജപ്പാൻകാരെ മുഴുവൻ കുളിപ്പിച്ച് കിടത്തി ഒരു പരുവാക്കിയെന്നാ ഇവിടെ കിട്ടിയ റിപ്പോർട്ട്. ട്രൂ? ആ എന്റെ പൊന്നു മോനെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷണത്തെ കൊണ്ട് കെട്ടി, ഒരു തരത്തിൽ പിടിച്ച് കെട്ടി. അപ്പോഴാ ഇവിടുത്തെ കമ്പക്കെട്ടിനെ കുറിച്ചുള്ള ന്യൂസ് കിട്ടുന്നത്. നമസ്കാരം.
വർക്കിച്ചായൻ ഇവിടെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പ്രഷർ കയറി കാറ്റുപോയെന്നെ. തെണ്ടി നിന്നോട് അഭിപ്രായം ചോദിച്ചോടാ. മോനായി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂലോക ഫ്രോഡിനെ കൂടെ കൊണ്ട് നടക്കരുതെന്ന്. കഴിഞ്ഞ ഇലക്ഷനിൽ റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ പൊട്ടിയത് പിന്നെ ചാനലുകാരെ തിണ്ണനിറങ്ങി വായി തോന്നിക്ക് വിളിച്ചു പറഞ്ഞ് നടക്ക ഇവന്റെ പണി. ഊള അവന്റെ കയ്യിലെ കറുത്ത ചരടും കൂളയും ഗ്ലാസും പറഞ്ഞ കൂട്ടത്തിൽ എനിക്കിട്ടും വെച്ചു 4-5 സ്റ്റൈലൻ തോർപ്പിടവുകള്. മോനെ മാങ്കുന്നിൽ സതീഷേ, ആ പിള്ളേച്ചനെ ചുരണ്ടി കളിക്കുന്ന പോലെ ഇങ്ങോട്ടുണ്ടാക്കല്ലേ കേട്ടോ. അയ്യോ വർക്കിച്ചായ, അഴിമതിക്കെതിരെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പാടാ. പഠിപ്പിക്കല്ലേ, എന്നെ പഠിപ്പിക്കല്ലേ. എടാ, എന്നെ നിന്നെയും പോലെ രാഷ്ട്രീയം കൊണ്ട് ഉപജീവിക്കുന്ന ഏത് മോന്റെ മോനാണ് അഴിമതി നടത്താത്തത്? പറയടാ. എടാ പറയാൻ. വീട് വർക്കിച്ചായ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. കിടക്കാം. പക്ഷേ എനിക്ക് ശകല ഉത്ഭയമുണ്ട് മോനായി. സംസ്ഥാനത്തെ ഒരു കുഞ്ഞിനെ അറിയിക്കാതാണ് ഞാൻ കൊച്ചി വന്ന് ലാൻഡ് ചെയ്തത്. നാളെ ക്യാബിനറ്റ് കൂടുന്നതിന് മുമ്പ് നമുക്ക് ചില ലാസ്റ്റ് റൗണ്ട് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ചെന്ന് പെട്ടത് ഏഷ്യാവിഷന്റെ ആ കുരുത്തം കെട്ട പെണ്ണിന്റെ മുമ്പിൽ. അവളൊരൊറ്റ ശ്വാസത്തിൽ എന്നോട് 100 ചോദ്യങ്ങളാ ജപ്പാൻ വികസന പദ്ധതികളെ കുറിച്ച്. നാളെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞോളാന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് മുങ്ങി. അതുങ്ങള് വല്ലതും ക്യാമറയും തൂക്കി എന്റെ പിന്നാലെ വരുമോന്നാ മോനായി എന്റെ ഭയം. ഹേയ്, ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, നോ വിസിറ്റേഴ്സ്. താങ്ക് യു. പോയി നോക്കണ കോപ്പേ, അവന്റെ അമ്മയും വരെ പോ. Good afternoon. ആയിക്കോട്ടെ. Sweets and flowers from the GM, sir. ഓ, Thank you. താങ്ക് യു. GM കൊടുത്തയച്ചതാ. വർക്കിച്ചായന്റെ നല്ല ജീവൻ പോയി അല്ലേ? മോനായി, സംഗതി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ട്. ജപ്പാനിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത കമ്പനി ബ്ലൂ ഡയമണ്ട് ഇൻകോർപ്പറേറ്റഡ് ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഗുഡ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നമുക്ക് വേണ്ടപ്പെട്ട NRIസും പിന്നെ പേരിന് 4 ജപ്പാൻകാരും. ആഹാ, ഇൻട്രസ്റ്റിംഗ്. അതെ വർക്കിച്ചായ, കാര്യങ്ങൾ അത്രയും ലളിതമായിട്ട് എടുക്കണ്ട. ചുറ്റുപാടും ശത്രുക്കളാ. എപ്പോ എവിടുന്ന് ആ പണി വരാൻ പോണെന്ന് പറയാൻ ഒക്കുകയല്ല. ആ വർമ്മ സാറ് പത്രസമ്മേളനത്തിൽ വർക്കിച്ചൻ അങ്ങനെ ഒരു താങ്ങുന്ന് നമ്മൾ ആരെങ്കിലും ഓർത്തതാ? എന്നിട്ട് ആ കൊടികെട്ടിയ വർമ്മ ഇപ്പൊ എവിടെ പോയടാ? വായി തോന്നിയ വേണ്ടാതീനം വിളിച്ചു പറഞ്ഞ് ഇരുട്ടി വെളുക്കും മുമ്പ് അവന്റെ തലയോട്ടിക്കകത്ത് ഇരുമ്പുണ്ട കയറി. ക്രൈംബ്രാഞ്ചിലെ ചന്ദ്രശേഖരനല്ല അവന്റെ ഉപ്പാപ്പൻ അന്വേഷിച്ചാലും ഇരുമ്പിന്റെ ഒരു പൊടി പോലും കിട്ടുകയില്ല. ഞങ്ങളുടെ വഴിമുടക്കാൻ വന്നവരോട് ഞാൻ ക്ഷമിച്ചാലും ഇവന്റെ ഇച്ഛായം ക്ഷമിക്കത്തില്ല. അല്ലേടാ മക്കളെ? എന്നാ ഇനി നേരം കളയണ്ട, നമുക്ക് ഇറങ്ങാം. ശരിയാ, ഇറങ്ങാം. നേരെ നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. അവിടെ നമ്മൾ 2 ആളും മാത്രം അറിയേണ്ട ചില പേപ്പർ വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ എന്റെ ഒപ്പം നീയും വരുന്നു തിരുവനന്തപുരത്തേക്ക്. അയ്യോ ഇച്ചായ, നീ വന്നിട്ട് കാര്യം കൊണ്ടിട ഇറക്കാ. നാളെ ഒരു ക്രൂഷ്യൽ ഡേ അല്ലേ? തിരുവനന്തപുരത്തേക്കുള്ള യാത്ര നിന്റെ പജീറോയിൽ. ഓക്കെ?